ഹായ്. ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നേ. ഇന്ന് കടയിൽ നിന്ന് കുറച്ച് നേരത്തെ വന്ന് നമ്മുടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോകണം. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നേ. അപ്പോൾ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. നിച്ചിക്കുട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചു. ഇനി അത്യാവശ്യം പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. പാത്രമൊക്കെ കഴുകിയിട്ട് വേണം. വന്ന് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. കാരണം നമുക്കിനി അങ്ങോട്ട് പരിപാടി കാണാൻ പോകണം. ഇത് നാടൻ പാട്ടുണ്ടേ. അപ്പോൾ അത് കാണാൻ പോകണം. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറാതെ നിൽക്കുവാണ്. അത്യാവശ്യം നാളത്തേക്കുള്ള അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് ജാക്സന് വെക്കണം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് പോയാൽ ഇനി നമുക്ക് അങ്ങോട്ട് അരിയും ഉത്സവം വരെ കിട്ടത്തില്ല. പച്ചക്കറി അരിയാൻ നമ്മൾ തന്നെ അരിയണം. നിച്ചിക്കുട്ട ഉത്സവ കമ്മിറ്റി അംഗമൊക്കെ ആയതുകൊണ്ട് അയാളെ ഉത്സവം വരെ നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ അണ്ണ എന്നെ കൊണ്ടാക്കിയിട്ട് പോയത്. ഇനി വരുമ്പം വന്നിട്ട് പിന്നെ പരിപാടിയൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തെ ഒത്തിരി ലേറ്റാവും. പിന്നെ വന്നിട്ട് അരിഞ്ഞ് വെപ്പും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകാം. ആദ്യം തന്നെ നാളത്തേക്കുള്ള അരി കഴുകി അടപ്പയിലിട്ടു തിളപ്പിച്ചങ്ങ് ജാക്സന് വെക്കണം. പിന്നെ ഇത് രാവിലെ പാത്രം കഴുകാതെ പോയത് കൊണ്ട് തന്നെ ആവശ്യം പോലെ പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ അവിടെ വിളിച്ചു പറയാൻ തുടങ്ങി, നാടൻ പാട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ് എന്ന്. അപ്പോഴേ നമുക്കിവിടെ ഹാർട്ട് ബീറ്റ് കൂടും. അയ്യോ അമ്മക്കും പോകണമല്ലോ, കാണണമല്ലോ എന്നുള്ള. എന്നാലും നമുക്ക് ജോലി തീർത്ത് വെച്ചിട്ടല്ലേ പോകാൻ പറ്റൂ. മാത്രമല്ല അടുത്ത ദിവസത്തേക്ക് കേക്കിന് ഓർഡറും ഉണ്ട്. അപ്പം രാവിലെ എണീറ്റ് എല്ലാവരുടെയും നടക്കത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ പച്ചക്കറി അങ്ങ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും ബീട്രൂട്ടും കൂടിയാണ് എടുത്തത്. ഇത് രണ്ടും തനിയെ ഇട്ട് അവന് കഴിക്കാൻ ഭയങ്കര പാടാണ്. രണ്ടുകൂടെ മിക്സ് ചെയ്താകുമ്പം കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അത് ക്ലീൻ ചെയ്തെടുത്ത് ചോപ്പ് റൂട്ടിനകത്തോട്ടിട്ട് പെട്ടെന്ന് അത് ചോപ്പ് ചെയ്തെടുത്ത് അപ്പോഴത്തേക്കും അവിടെ നാടൻ പാട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ നാളത്തേക്കുള്ള അരിയൊക്കെ ആട്ടി വെച്ചിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ അങ്ങ് നാടൻ പാട്ട് കാണാനായിട്ട് പോയി. ഇനി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് രണ്ടാം ഉത്സവ ദിനം, അതായത് നട അടയ്ക്കലിൻ്റെ അന്ന് രാത്രി 7 മണി മുതൽ കുട്ടികളുടെ നൃത്തസന്ധ്യ ഉണ്ടായിരുന്നു. അതിലേക്കാണ്. പാട്ടൊന്നും കറക്റ്റായിട്ട് എനിക്കിടാൻ കഴിയത്തില്ല. കാരണം കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ വേറൊരാളുടെ പാട്ടെടുത്ത് ഇടുമ്പം അവിടെ അനുവാദമില്ലാതെ അങ്ങനെ കുറേ ഫോർമാലിറ്റികൾ ഉണ്ടായതുകൊണ്ട് പാട്ടിൽ നല്ലോണം എഡിറ്റ് ചെയ്ത് ഏകദേശ രൂപമൊക്കെ മാറ്റി ആണ് ഞാനിതിലിട്ടിരിക്കുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കുക. എല്ലാ മക്കളും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നല്ല വൃത്തിയായിട്ടാണ് നൃത്തം അവതരിപ്പിച്ച് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ സ്വന്തം കുഞ്ഞാറ്റുവാണ് ദേവപ്രിയ. കുഞ്ഞ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വന്ന് നേരത്തെ പറയും. നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ സാധിക്കത്തില്ല. ഇന്നെന്തായാലും നമ്മുടെ അമ്പലത്തിൽ തന്നെ ആയതുകൊണ്ട് എനിക്കിന്നത് കാണാൻ സാധിച്ചു. കുഞ്ഞാറ്റുവിൻ്റെ പിണക്കവും മാറും.
ഇവരിത്രയും പേരാണ് നൃത്തം അവതരിപ്പിച്ച കുഞ്ഞുമക്കൾ. ഇവരെല്ലാവരെയും ഉപദേശക സമിതിയും ഉത്സവ കമ്മിറ്റിയും ചേർന്ന് പൊന്നാട അണിയിക്കുകയും എല്ലാവർക്കും മൊമൻറ്റോ നൽകുകയും ചെയ്തു. കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും കിട്ടില്ല എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഉത്സവ വിശേഷങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി എത്തുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.